നേരത്തെ പറഞ്ഞ പോലെ ഏറെ സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഉരുൾപൊട്ടൽ ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് ഏറ്റവും ആശ്ചര്യകരമായത്. അതാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അനവധി വീടുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ്. വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും റവന്യൂ, പൊതുമരാമത്ത്, പട്ടികജാതി വകുപ്പ് മന്ത്രിമാർ തിരുവനന്തപുരത്ത് നിന്ന് വ്യോമമാർഗം വയനാട്ടിലേക്ക് എത്തുമെന്നാണ്. 5 മന്ത്രിമാർ അവിടേക്ക് എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്താണ് വയനാട് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ കാര്യം. ജനങ്ങളൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും തോട്ടങ്ങളിലും മറ്റും, നേരത്തെ നമ്മോട് സംസാരിച്ചിരുന്ന ബിന്ദു അടക്കമുള്ളവർ തോട്ടങ്ങളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവർക്ക് ഭക്ഷണം വേണ്ടിവരും, വെള്ളം വേണ്ടിവരും, വസ്ത്രം വേണ്ടിവരും. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അതൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഉരുൾപൊട്ടൽ ചൂരൽമലയ്ക്ക് സമയമുണ്ടായി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ചില പ്രശ്നങ്ങൾ പ്രായോഗികമായി ഉണ്ട് എന്നുള്ളതാണ്. മുണ്ടക്കൈയിലുള്ള ഹോം സ്റ്റേയിലെ ഒഡീഷ സ്വദേശികളായ ഡോക്ടർമാരുടെ സംഘത്തിലെ ഒരാളെ പരിക്കോട് രക്ഷപ്പെടുത്തി. 2 പേരെ, അവിടെ ടൂറിസം കേന്ദ്രമാണ് വയനാട്, നമുക്കറിയാം. അവിടെ റിസോർട്ടിലടക്കം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം വല്ലാത്ത അവസ്ഥയിലാണ്. ഈ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു സീസൺ കൂടിയാണ് ഇപ്പോൾ ഉള്ളത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതുകൊണ്ട് നിരവധി വിനോദസഞ്ചാരികളും പല സ്ഥലങ്ങളിലുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പല മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലം ഉണ്ട്. ദുരന്ത മേഖലയിലുള്ളവർക്ക് ന്യൂസ് 18ലേക്ക് വിളിക്കാം. ഞങ്ങൾ നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾ അത് കൃത്യമായി കൺട്രോൾ റൂമിൽ അറിയിക്കുകയും രക്ഷാപ്രവർത്തനത്തിനൊരു മുൻഗണന കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. കണ്ണൂർ കണ്ടോൺമെൻറ്റിൽ നിന്ന് കരസേനയുടെ 2 സംഘങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് ഉടൻ അവിടെ എത്തുമെന്ന വിവരമുണ്ട്. ഇവർ വന്നാൽ തന്നെ രക്ഷാപ്രവർത്തനം അവർ ഏകോപിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി നിരവധി ആളുകൾ കിടക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വിവരമാണ്. അവരെയൊക്കെ രക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ ഓരോ നിമിഷവും കണ്ടെടുക്കുന്നു. ചാലിയാറിലും മറ്റും മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നുവെന്നാണ്. പോത്തുകൽ പുഴയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ ഇതിനകം വിവരം അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതീവ ഗൗരവതരമായ വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മുണ്ടക്കൈ അടക്കം വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനകം 19 മരണം. മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ ഹാരിസന്റെ 10 തോട്ടം തൊഴിലാളികളെ കാണാനില്ലെന്ന് കമ്പനി CEO അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. 100ഓളം കുടുംബങ്ങളെ മുണ്ടക്കൈയിൽ മാത്രം ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ കാര്യമുണ്ട്. രായിൻ കേൾക്കാമോ? രായിൻ നാട്ടുകാരനാണ് രായിൻ. ആ പാലം തകർന്നതിൻ്റെ സമീപത്താണ് രായിനുള്ളത്. രായിൻ കേൾക്കാമോ? ഇല്ല, രായിനോടെ സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം വല്ലാത്ത തരത്തിലാണ് അവിടുത്തെ സാഹചര്യം. ചിലപ്പോൾ മൊബൈൽ ഫോണുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആകും. പലരും കിട്ടിയത് എടുത്ത് ഓടുന്ന സാഹചര്യമായിരുന്നു. പലപ്പോഴും കിട്ടിയത് കൊണ്ട് ഓടി പോകുന്ന സാഹചര്യമായിരുന്നു. രായിനെ പോലെയുള്ള ആൾ രായിൻ എന്ന ആളുടെ മകൾ ഞങ്ങൾ നൽകിയ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. രായിനെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. രായിൻ സേഫാണ് എന്ന് കൂടി മകളെ അറിയിക്കുകയാണ്. തൽക്കാലം പേടിക്കാനൊന്നുമില്ല, രായിനെ കാണാനില്ല എന്ന് പറഞ്ഞാണ് മകൾ ഞങ്ങളുടെ ഓഫീസ് ഫോണിലേക്ക് വിളിച്ചതും വിവരം കൈമാറിയതും. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് രായിനെ വിളിച്ചു, രായിനുമായി സംസാരിച്ചു. തുടർന്ന് രായിൻ സേഫാണ്, തൽക്കാലം അത്തരം വിവരങ്ങളാണിപ്പോൾ നൽകാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലും വലിയ മഴ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടും ഷൊർണൂരിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കുമുള്ള റെയിൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചു എന്നുള്ളതാണ്. ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തൃശ്ശൂർ ഷൊർണൂർ വണ്ടികൾ വൈകുന്നു. ചില വണ്ടികൾ ക്യാൻസൽ ചെയ്തേക്കും. അതായത് വടക്കൻ കേരളത്തിൽ ഒട്ടാകെ വലിയ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വടക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രശ്നം
ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം വയനാട്ടിൽ ആവശ്യമായി വരികയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ള സംഘം നടത്തുന്നത്. അവിടേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ്. ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. കണ്ണൂർ ഇന്റർസിറ്റി, എറണാകുളത്ത് നിന്ന് കണ്ണൂർ ഇന്റർസിറ്റി തൃശൂർ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു. തൃശൂർ ഷൊർണൂർ പാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. നിരവധി ട്രെയിനുകൾ വൈകുന്നു. കാരണം കനത്ത മഴയാണ്. മഴയിൽ ഗതാഗത തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു ദുരന്തമുഖത്താണ്, വൻ ഉരുൾപൊട്ടലിന്റെ ദുരന്തമുഖത്താണ് വയനാട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. പുലർച്ചെ 1 മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മിക്ക ആളുകളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ വലിയ ശബ്ദം കേട്ട് പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ സാധിക്കാതിരുന്ന നിരവധി ആളുകൾ മരണപ്പെട്ടു. ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രക്ഷപ്പെട്ടവരൊക്കെ സമീപത്തെ തോട്ടങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും വീടുകൾക്ക് മുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ചൂരൽമല സ്കൂളിന് സമീപം ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. മുണ്ടക്കൈ ടൗണിൽ 2ാമത്തെ ഉരുൾപൊട്ടൽ, തുടർന്ന് 3ാമത് ഒരു ഉരുൾപൊട്ടൽ കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആശുപത്രികളിൽ 100 കണക്കിന് ആളുകൾ ചികിത്സയിലുണ്ട്. ക്യാമ്പുകൾ പ്രവർത്തിച്ചത് സ്കൂളുകളിലും വീടുകളിലും കടകളിലും മറ്റും വെള്ളവും ചെളിയും നിറഞ്ഞ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. ചൂരൽമല ടൗണിലെ പ്രധാന പാലം പൂർണ്ണമായും തകർന്നുപോയ സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ നിരവധി മൃതദേഹങ്ങൾ ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയുമുണ്ട്. 10 മൃതദേഹങ്ങൾ ഇതിനകം തന്നെ ചാലിയാറിൽ കണ്ടെത്തി എന്നുള്ള വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് അടക്കം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. 70-80 ആളുകൾ, ഇപ്പോൾ 100 കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയാം, വിവിധ ആശുപത്രികളായി ചികിത്സയിലുണ്ട്. നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കളക്ടറും റവന്യൂ മന്ത്രിയും അടക്കമുള്ളവർ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു. വാക്കുകളിലേക്ക്. പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എയർഫോഴ്സിന്റെ 2 എയർക്രാഫ്റ്റുകൾ, 2 ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് തിരിക്കാൻ നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കാലാവസ്ഥ പ്രയാസമായതുകൊണ്ട് തിരിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ MI-17 അവിടെ നിന്ന് തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ കൽപ്പറ്റയിൽ ലാൻഡ് ചെയ്യാൻ കഴിയും. 2ാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ALH അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 കോപ്റ്ററുകളുടെ സഹായം ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ അവിടെ ലഭ്യമാകും. NDRFന്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങി. അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങോട്ട് കടക്കാനുള്ള ചില പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സൈന്യം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുണ്ടക്കൈക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട്. നൂറുദ്ദീൻ ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. MLA ഉൾപ്പെടെ NDRFന്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. NDRFന്റെ 2ാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ചത് ഏതാണ്ട് എറണാകുളത്തെത്തി. അവർ കുറഞ്ഞ നേരം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും. അതിനു പുറമെ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും 2 NDRF ടീമുകൾ കൂടി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. 4 NDRF ടീമുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഉച്ചയോടുകൂടി നമുക്ക്